ബാലയ്യയുടെ ഒരു കിടിലം പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അയ്യേ ബാലയ്യ അങ്ങനെ പറയുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിലുള്ള പകുതി ആൾക്കാരും ബാലയ്യയുടെ ഫാൻസ് ആണ്. മുമ്പ് ബാലയ്യ കോമാളിയായിട്ടും അയ്യേ ഇങ്ങേർക്ക് ഇങ്ങനെ കൊണ്ടൊന്നും പറ്റില്ല പറഞ്ഞവരെന്നെ മാറ്റി പറയാൻ ഒരൊറ്റ കാരണം ഒരു സിനിമയാണ് ഡാക്കു മഹാരാജ്. ആ പടം ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. കിടിലം പടമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല റീസെന്റ് ഇയേഴ്സിൽ ഇറങ്ങിയ മാസ് സിനിമാസിൽ ഏറ്റവും ബെസ്റ്റ് പടമാണ്. ഇതിന്റെ മുകളിൽ ഒരു പടം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. സോ യൂഷ്വൽ ബാലയ്യ പടങ്ങളിൽ കാണുന്ന പോലെ തന്നെ അനാവശ്യ റൊമാൻസ്, ഗിമ്മിക്സ്, കോമാളിത്തരം അതൊന്നും ഈ സിനിമയിൽ ഇല്ല. ഇവൻ നായിക തന്നെ കറിവേപ്പില പോലെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് സീന് തുടങ്ങുമ്പോൾ തന്നെ പടം സീരിയസ് മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. പിന്നെ നമ്മുടെ തമൻ വന്നിട്ട് ഗോഡ് മോഡ് അല്ലെങ്കിൽ ലോഡ് മോഡ് പറയാം. എന്നടാ പണി വെച്ചിരിക്കുന്ന നമുക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മളെല്ലാരും പറയല്ലോ വി ആർ ലിവിങ് ഇൻ അനിരുദ്ധിറ. അതിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു മനുഷ്യനാണ് തമൻ. തമന്റെ മുകളിലൊന്നും ആരും BGM ചെയ്തിട്ടില്ല. അതാണ് ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു സീനിൽ വന്നിട്ട് അതിന് എത്രത്തോളം മാസ് എലവേഷൻ കൊടുക്കാൻ പറ്റും അതിന്റെ എപ്പിറ്റോമാണ് തമൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഗോഡ് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു BGM അല്ല, ഒരു 2-3 BGMന്റെ ഒക്കെ ഒരു മിക്സ് ആണ് അണ്ണൻ ഇടുന്നത്. അതിൽ ബാലയുടെ സ്ക്രീൻ പ്രസൻസും കൂടി ആകുമ്പോൾ വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊക്കെ റീവൈൻഡ് അടിച്ച് ഇരുന്ന് കാണും. അത്രയും ഗൂസ് ബംസ്. എനിക്കൊരു ജയിലർ സിനിമ എന്തോ കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയും ഗൂസ് ബംസ് കിട്ടിയിരിക്കുന്നത്. അതിലും കൂടുതൽ കിട്ടി പറയാം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ തന്നെയാണ്. യൂഷ്വൽ ബാലയ്യ റിവെഞ്ച് പടം തന്നെയാണ്. പക്ഷെ ദ വേ ദിസ് മൂവി ഈസ് മെയ്ഡ് ടോപ്പ് നോച്ച് എന്ന് പറയാം. അത്രയും കിടലായിട്ട് എപ്പൊക്കെ ബാലയെ കാണിക്കണോ അതിൽ ആ BGM ഇട്ടങ്ങോട്ട് കുത്തിക്കയറ്റും. അതിന് എങ്ങനെ സ്ക്രീൻ പ്രസൻസും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. സോ യൂഷ്വൽ ബാലയ്യ പടങ്ങളിൽ ഫൈറ്റ് ഒഴിവാക്കാൻ പറ്റില്ല, ഒരു ഇഷ്ടം പോലെ ഫൈറ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും ഈ തൊട്ടാ പറക്കണ ഫൈറ്റ് അല്ല, അത്യാവശ്യം കിടിലൻ ഫൈറ്റ് തന്നെയാണ്. അതിൽ ഈ മറ്റേ ടുവേർഡ്സ് ഇന്റർവെൽ പോർഷനിൽ കാട്ടിൽ വെച്ചിട്ടൊരു സാധനമുണ്ട്. ഇങ്ങനെ ഒരു മരത്തിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് അത് വേറെ ലെവൽ തന്നെയായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ആ വിഷ്വൽസും ഇങ്ങനെ BGM ഒരു 2-3 BGMന്റെ മിക്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. അടിപൊളിയായിരുന്നു. ബോബി ഡിയോളാണ് ഈ സിനിമയിൽ വില്ലൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. സോ ബോബി ഡിയോളിന് അത്യാവശ്യം സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു പക്കാ വില്ലൻ അല്ലെങ്കിൽ ഒരു വില്ലന്റെ ഷോ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. എനിക്കിതിൽ അതിനുശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നമ്മുടെ ശ്രദ്ധാ ശ്രീനാഥിന്റെയാണ്. ശ്രദ്ധാ ശ്രീനാഥ് ഒരു ബാലയ്യയുടെ പടത്തിൽ എന്തിനു അഭിനയിക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആകെ ശ്രദ്ധാ ശ്രീനാഥ് ഒരു കോമാളിപ്പടം ചെയ്തിട്ടുള്ളത് ആറാട്ടാണ്. പിന്നെ നോക്കുമ്പോ എന്താ വെച്ചാൽ അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. യൂഷ്വലി ഒരു ബാലയ്യയുടെ പടത്തിൽ ഒരു ലേഡി ക്യാരക്ടറിനെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അതിൽ ശ്രദ്ധാ ശ്രീനാഥ് ഈ ബോബി ഡിയോൾ ആരോ മരിച്ചു പറഞ്ഞിട്ട് ആരോ ബാലയെ കൊന്നിട്ട് വീട്ടിൽ വന്നിട്ട് ശ്രദ്ധാ ശ്രീനാഥിനെ നോക്കുന്ന ഒരു സീൻ അവർ തിരിച്ചു നോക്കുമ്പോൾ BGMന്റെ ഒരു എലവേഷൻ ഉണ്ട്. ഈ റീൽസിലൊക്കെ ഒരുവിധം എല്ലാവരും കണ്ടു. അതൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. ഈ മറ്റേ ദബിടി ദിബിടി മറ്റേ മൂട്ടിൽ അണ്ണൻ തബല വായിക്കുന്ന ഒരു സീനില്ലേ, അത് മാത്രമാണ് കുറച്ച് അനാവശ്യമായിട്ട് തോന്നിയത്. പക്ഷെ അതും അങ്ങേര് ആലോചിക്കുന്നൊന്നുമല്ല, നായിക ആലോചിക്കുന്നതാണ്. വലിയ സീനൊന്നുമില്ല. ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ചെറിയ ഫസ്റ്റ് ഹാഫിന്റെ അത്ര ഇല്ല, സെക്കൻഡ് ഹാഫ് തോന്നി. പക്ഷെ എന്നാലും അടിപൊളി തന്നെയാണ്. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഇങ്ങനെ പടം നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ ബാലയുടെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അഖണ്ഡ ആയിരുന്നു. അതിന്റെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അതിനുശേഷമല്ല ഇനി ബാലയുടെ ഏറ്റവും ബെസ്റ്റ് പടം ഏതാ ചോദിച്ചാൽ ഞാൻ പറയും ഡാക്കു മഹാരാജാണ്. ഇപ്പൊ ആർക്കും ഇതിന്റെ മുകളിൽ ഒരു പടം എടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ നമ്മള് കന്നഡയിൽ നോക്കുകയാണെന്ന് വിചാരിക്കും മാക്സ് പണ്ട് പടം ഇറങ്ങി, തെലുങ്കിൽ ഇപ്പൊ ഡാക്കു മഹാരാജ് ഉണ്ട്, അതേപോലെ തന്നെ തമിഴിൽ മാസ് പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലെ മലയാളത്തിൽ നിന്ന് ഒരു പടം ഇറക്കിയൂടെ? ഡെഫിനറ്റ്ലി നമ്മൾ മറ്റ് ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുമ്പോൾ വി ആർ മൈൽസ് എഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങനത്തെ മാസ് പടമൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കില്ലേ നമ്മുടെ ബിഗ് എംസിനെയൊക്കെ വെച്ചിട്ട്? അത് മാത്രം ഇവിടെ ഇല്ല. സോ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, ട്രൈ ഇറ്റ് ഔട്ട്.